ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ചൂടൊക്കെ കുറഞ്ഞു അല്ലേ എല്ലാവർക്കും. അത്യാവശ്യം എല്ലാ സ്ഥലത്തും ഇപ്പോൾ മഴയൊക്കെ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഇടയ്ക്കൊക്കെ 3-4 ദിവസമായിട്ട് ഇടയ്ക്കൊക്കെ മഴയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ചൂടിനൊക്കെ കുറച്ച് കുറവുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും എല്ലാവർക്കും ഇങ്ങനെ ഇടയ്ക്ക് മഴയൊക്കെ കിട്ടി ചൂടൊക്കെ കുറഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു നാടൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. നാടൻ വെള്ളരിക്ക കൊണ്ട് വളരെ രുചികരമായ ഒരു നാടൻ ഒഴിച്ചുകറി. ഇത് പണ്ടുകാലം മുതലേ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു കറിയാണ് കേട്ടോ. വളരെ രുചികരം തന്നെയാണ് ഈ കറി. കൂട്ടി ഊണ് കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതി. അത്രയ്ക്ക് രുചികരമായ കറി തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കിയതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കഷ്ണം വെള്ളരിക്കയാണ് കേട്ടോ എടുത്തത്. ആ വെള്ളരിക്ക എടുത്തതൊന്ന് നല്ലപോലെ കഴുകി അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിൻ്റെ ചോറൊക്കെ കളഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് സാധാരണ നുറുക്കുന്ന മാതിരി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കാം. അതിൻ്റെ ചോറും കുരുവൊക്കെ മാറ്റി കളഞ്ഞിട്ട് നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി. അതിന് ശേഷം അതൊരു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് നുറുക്കിയെടുക്കാം. സാധാരണ വെള്ളരിക്ക മാമ്പഴക്കൂട്ടാനൊക്കെ നുറുക്കില്ലേ നമ്മൾ, അതുമാതിരി തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് അത് നുറുക്കിയെടുക്കാം. ഇതെങ്ങനെയാണ് കേട്ടോ വെള്ളരിക്ക നുറുക്കുന്നത്. ഇതാ വെള്ളരിക്ക ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കേട്ടോ. ഇതിലൊക്കെ പണ്ടൊക്കെ ആൾക്കാർ ചക്കക്കുരുവൊക്കെ ആയിട്ട് ഉണ്ടാക്കും കേട്ടോ. ഞാനിപ്പോൾ ചക്കക്കുരു ഒന്നും ഇടുന്നില്ല. ചക്കക്കുരുവൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി അതിൻ്റെ കുഴപ്പമൊക്കെ ഉണ്ടാവും. അതിന് ശേഷം ഞാൻ ആ വെള്ളരിക്ക നല്ലപോലെ കഴുകി കൊണ്ടുവന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം അതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1-1/2 ടീസ്പൂണ് സാധാരണ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂണ് വെളുത്ത കുരുമുളക് പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. വെളുത്ത കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ആ പാത്രം ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ പൊടികൾ മസാലകളൊക്കെ കഷ്ണത്തുമ്പോൾ നല്ലപോലെ വെള്ളത്തിലൊക്കെ ഒന്ന് അലിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അടുപ്പത്ത് വേവിക്കാൻ വെക്കാം. അപ്പോൾ കഷ്ണം വേവാറാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് അരപ്പ് തയ്യാറാക്കാം. ഒരു 5-6 ടേബിൾ സ്പൂണ് തേങ്ങയും ഒരു 1/2 ടീസ്പൂണ് ജീരകം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ച് കൊണ്ടുവരാം കേട്ടോ. കറി അടുപ്പത്ത് വെച്ച് നല്ലപോലെ തിളച്ചു കേട്ടോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. കഷ്ണം ഒന്നും അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ഇളക്കി കഷ്ണം എല്ലാ സ്ഥലത്തും ഒരുപോലെ വേവാൻ വേണ്ടിയിട്ട് നമുക്ക് ആ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ല കറിയാണ് കേട്ടോ. എങ്ങനെ ഉണ്ടാക്കുന്ന ഈ കറിക്ക്, വെള്ളരിക്ക കൊണ്ടുള്ള ഒരു നാടൻ കറിക്ക് നല്ല രുചി തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പച്ചമാങ്ങയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പച്ചമാങ്ങ കൊണ്ടാണ് നമ്മൾ സാധാരണ പഴുത്ത മാങ്ങയൊക്കെ കൊണ്ടൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ പുളിശ്ശേരിയൊക്കെ. ഇതിപ്പോൾ പച്ചമാങ്ങയാണ് കേട്ടോ. ഈ വെള്ളരിക്കയിലേക്ക് ഞാൻ പച്ചമാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു പച്ചമാങ്ങ എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെത്തി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നുറുക്കുന്നത്. പച്ചമാങ്ങയും വെള്ളരിക്കയിലിട്ട് കറി ഉണ്ടാക്കാം കേട്ടോ. അതും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അതൊരു പ്രത്യേക രുചിയുള്ള ഒരു ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ്. പ്രത്യേക ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ്. അപ്പം ഞാൻ ഈ ചെറിയ മാങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് അതും കൂടി കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മാങ്ങ മുഴുവനും ഞാനിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു കേട്ടോ. നമുക്ക് ഈ മാങ്ങ കഷ്ണങ്ങൾ നമ്മൾ കറി വെന്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അടുപ്പത്തേക്ക് നമുക്ക് വെള്ളരിക്ക തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ആ കറിയിലേക്ക് നമുക്ക് ഈ മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതാ മാങ്ങ ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ മാങ്ങയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി
അടച്ച് വെച്ച് 2 മിനിറ്റ് മാങ്ങയും കൂടി നമുക്ക് വെള്ളരിക്ക പകുതി മുക്കാലും വേവായുണ്ട്. ബാക്കി മാങ്ങയും കൂടി ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ വെള്ളരിക്കയും പച്ചമാങ്ങയും കൂടുമ്പോൾ നല്ലൊരു രുചി തന്നെയാണ്. ഇത് അടുപ്പ് തുറന്ന് നമുക്കൊന്ന് വീണ്ടും ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് കുറച്ച് വെള്ളം പോരാതെ തോന്നി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. കറി നല്ലപോലെ തിളച്ച് പാകാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങയും ജീരകവും കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് അരച്ച് വെച്ച തേങ്ങയും ജീരകവും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയും ജീരകവും ചേർത്ത് കൊടുത്തു കേട്ടോ. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയ പച്ചമണം മാറുന്നത് വരെ തേങ്ങയുടെ പച്ചച്ചൊയയൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്ക് തേങ്ങ ചേർത്തതിന് ശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് തേങ്ങ കഴുകിയ പാത്രം തേങ്ങ അരച്ച പാത്രം കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടിയൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഗ്രേവി അനുസരിച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കറി ഒന്ന് വറുത്തിടണം കേട്ടോ. തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് നല്ലപോലെ പാകമായി. കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുത്ത കറി ശരിക്കും നല്ലപോലെ ഒന്ന് പാകമാക്കി എടുത്തു. ഇനി നമുക്ക് ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് സാധാരണ കടുകും മുളകും കരിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് വറുത്തിടാം. അതിന് വേണ്ടി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു. അത് ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ. ഉലുവയും കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തു. കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് വറുത്തിട്ട് അത് സാധാരണ കറിയിലേക്ക് ഒഴിച്ചു കേട്ടോ. വറുത്തിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ രുചികരമായ വെള്ളരിക്ക കൊണ്ടുള്ള ഈ നാടൻ കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും അപ്പോൾ ഈ കറി ഇതുപോലെ ഉണ്ടാക്കാൻ നോക്കിക്കോളൂ. നല്ല രുചിയാണ്. ഊണ് കഴിക്കാനായിട്ട് ഈ ഒരു ഒറ്റ കറി മാത്രം മതി. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.